ഹായ്, ഞാൻ അമ്മു ആൻഡ്രൂസ്. ചാംസ് അറ്റലിയർ എന്ന പേജിലൂടെ നമ്മൾ പരിചയപ്പെട്ട ഒരു പുതിയ തരം ബ്രേസ്ലെറ്റ്സ്, അമുലെറ്റ്സ് എന്ന പേരിലുള്ള ബ്രേസ്ലെറ്റ്സ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഈ അമുലെറ്റ്സിൻ്റെ സവിശേഷതയും പ്രത്യേകതയും അതെങ്ങനെ ഉപയോഗിക്കണമെന്നും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ അമുലെറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ യൂറോപ്പിലെങ്ങും വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുതരം ബ്രേസ്ലെറ്റ് ആണ്. അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അല്ലെങ്കിൽ അതിനെ മറ്റു ബ്രേസ്ലെറ്റുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അത് DIY മോഡലാണ്. അതായത് ഡു ഇറ്റ് യുവർ സെൽഫ്, നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പം ഇത്തരം ബ്രേസ്ലെറ്റുകൾ ഉണ്ടാകുന്നതിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. അതായത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് തന്നെ പറയാം. ഏറെക്കുറെ ഒരു 3000ഓളം വർഷങ്ങൾക്ക് മുൻപ്, അതായത് ലോഹം കണ്ടെത്തുന്ന കാലം മുതൽ മനുഷ്യൻ്റെ ആൺ-പെൺ വ്യത്യാസമില്ലാതെ മനുഷ്യൻ്റെ കൈത്തണ്ടയിൽ ഒരു ലോഹത്തകിട് അല്ലെങ്കിൽ ഒരു ചരട്, അതിൽ മുത്തുമണികൾ കെട്ടിത്തൂക്കുക, ഈ തൊങ്ങലുകൾ ചാർത്തുക, ഇത്തരം പരിപാടികളെല്ലാം ആളുകൾ സൗന്ദര്യവർദ്ധനയാണ് അല്ലെങ്കിൽ അവനവൻ്റെ പേഴ്സണാലിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. അത് ഒരു വ്യക്തിയുടെ സാമ്പത്തിക, സാമൂഹിക അല്ലെങ്കിൽ അയാളുടെ തൊഴിൽപരമായ ഒരു സ്റ്റാറ്റസിൻ്റെ സിമ്പലായിട്ടായിരുന്നു അക്കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കാലക്രമേണ അതിനൊരു അതിമാനുഷിക ശക്തിയൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ അമുലെറ്റ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം ലക്കി ബീഡ്സ്, അതായത് ഭാഗ്യദായിയായ മുത്തുമണികൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമായി വരിക. പിന്നീട് ഈ കാലക്രമേണ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വരും തോറും അമുലെറ്റ്സിൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് വിക്ടോറിയ രാജ്ഞിയുടെ കാലഘട്ടമാണ്. ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞി ഉപയോഗിച്ചിരുന്ന ബ്രേസ്ലെറ്റ്സ് ലോകമെമ്പാടും വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. അതായത് ആ രാജ്ഞി ഉപയോഗിച്ചിരുന്ന ബ്രേസ്ലെറ്റുകൾ ഇത്തരം ലോഹത്തകിടിൽ ചാർത്തിയ മുത്തുമണികളിൽ രാജകുടുംബാംഗങ്ങളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരുന്നവയായിരുന്നു. അത് ആ രാജ്ഞി ഉപയോഗിച്ച ആ ഒരു രീതി വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലണ്ടിലെ യുവതികൾ പിന്തുടരുകയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെങ്ങും വളരെയധികം തരംഗമായി മാറുകയും ചെയ്തിരുന്നു അക്കാലഘട്ടങ്ങളിൽ. പിന്നീട് ഈ ഫാഷൻ യൂറോപ്പ് മുഴുവനും വ്യാപിക്കുകയും രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടങ്ങളിൽ ഇറ്റലി അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ എത്തിച്ചേർന്നിരുന്ന അമേരിക്കൻ പടയാളികൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകാൻ സമയത്ത് അവരുടെ പ്രിയപ്പെട്ടവർക്ക്, ഭാര്യയാകാം, മകളാകാം, അമ്മയാകാം, അങ്ങനെ പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു യൂറോപ്പിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടുന്ന് കൊണ്ടുപോയത് ഇത്തരം ബ്രേസ്ലെറ്റ്സ് ആയിരുന്നു. അമുലെറ്റ്സ് എന്ന് പറയുന്ന ബ്രേസ്ലെറ്റ്സ് ആയിരുന്നു. അതിനുശേഷം അമേരിക്കയിലും ഈ അമുലെറ്റ്സ് എന്ന് പറയുന്ന ബ്രേസ്ലെറ്റ്സ് വളരെയധികം ട്രെൻഡിങ് ആയി. പിന്നീട് ഒരു കാലഘട്ടങ്ങൾ അതിൻ്റെ പ്രഭ മങ്ങിയെങ്കിലും ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ ഈ അമുലെറ്റ്സ് വീണ്ടും മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. പന്തോര, റാൽഫ് ലോറൻ എന്ന് പറയുന്ന മൾട്ടിനാഷണൽ അത്യാഡംബര കമ്പനികളെല്ലാം തന്നെ അവയുടെ സിൽവർ വെർഷനാണ് ഇപ്പം മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പല മോഡൽ, ഒരു 10,000 മോഡൽ ബ്രേസ്ലെറ്റ്സ് ഇപ്പം മാർക്കറ്റിലുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിലെങ്ങും ഇപ്പോൾ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ അല്ലെങ്കിൽ അത്യധികം ഉത്സാഹത്തോടെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ബ്രേസ്ലെറ്റുകൾ. പക്ഷെ നമ്മളുടെ അമുലെറ്റ്സ് ഈ പറയുന്ന സിൽവറിൽ നിർമ്മിച്ചവയല്ല. ഉപ്പോളം വരെ ലോക്കിലിട്ടത് എന്ന് വരികിലും ഇത് സിൽവർ പ്ലേറ്റഡ് ആണ്. ബേസിക്കലി 2 രീതിയിലുള്ള അമുലെറ്റ്സ് ആണ് നമ്മളുടെ ചാംസ് അറ്റലിയർ എന്ന പേജിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്ന് അഡ്ജസ്റ്റബിൾ, അതായത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രേസ്ലെറ്റ്സ്. ഓക്കെ, അതിന് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ് എന്ന് പറയുമ്പം ഇത്തരം കണ്ണികൾ വെച്ചിട്ട് നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 17 സെൻറ്റിമീറ്റർ മുതൽ 21 സെൻറ്റിമീറ്റർ വരെ നമുക്ക് നമ്മളുടെ കൈകൾക്കനുസൃതമായ രീതിയിൽ നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഇതിൻ്റെ കൊളുത്ത് വളരെ സിമ്പിളായിട്ടുള്ള കൊളുത്താണ്. കാണാം, വളരെ സിമ്പിളായിട്ടുള്ള കൊളുത്താണ്. അപ്പോൾ ഇതിങ്ങനെ അകത്തി നമുക്ക് കയ്യിലേക്ക് നമ്മളുടെ ആവശ്യാനുസരണം എത്ര ലെങ്ത്താണോ നമുക്ക് വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. ഇനി ഇതിനെ എങ്ങനെയാണ് ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന മോഡിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഈ കൊളുത്തുള്ള വശം ഇതൊരു തരം സ്ക്രൂ ആണ്. നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തെ ബീഡ്സ് നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സിമ്പിൾ ചെയിനാണ്. ഓക്കെ, ഇനി ഒരു ദിവസം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രേസ്ലെറ്റ്, അതായത് പിങ്ക് കളർ മുത്ത് മാത്രം ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം ഇടുക. ഈ ബ്രേസ്ലെറ്റ് ഇത് സ്ക്രൂ തിരിച്ച് മുറുക്കുക. ഇപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള
വേറൊരു ബ്രേസ്ലെറ്റാണ്. അതുപോലെ ഇതിനകത്ത് ഏത് കണ്ണി നമുക്ക് മാറ്റി മാറ്റി നമുക്ക് നമ്മളുടേതായ ഒരു സ്റ്റൈൽ പരീക്ഷിക്കാൻ പറ്റും. അതുപോലെ പിങ്ക് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ മെറ്റൽ മാത്രമുള്ള മുത്തുകൾ അങ്ങോട്ട് മാറി മിക്സ് ചെയ്ത് ഇടുകയോ ഇങ്ങനെ ഇടാം. ഓക്കെ, ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഇതല്ലാതെ ഇപ്പം വള മാത്രമല്ല എന്നുണ്ടെങ്കിൽ ഒരു മെറ്റലിൻ്റെ ഒരു മാലയിൽ, ഇതൊരു സിൽവറിൻ്റെ ഒരു മാലയാണ്, ഈ ഒരു മാലയിൽ നിങ്ങൾക്ക് ഈ ബ്രേസ്ലെറ്റിൻ്റെ മുത്തുകൾ, കാരണം ഇതിൻ്റെ ഹോള് ഇത്രയും വലിയ ഒരു ഹോളാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് ആഡ് ചെയ്തിട്ട് നമുക്കിതൊരു മാലയാക്കിയും ഉപയോഗിക്കാം. ഇത്തരം ഒരു മാലയാക്കി നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതല്ല, വളരെ സിമ്പിളായിട്ടൊരു മാലയാണ് എങ്കിൽ ഇത് കണ്ടോ, ശരിക്കും നമ്മളുടെ ലോക്കറ്റുകൾ തന്നെയാണ് ഇവയെല്ലാം. അപ്പം ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഇവയെ ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന ഒരു മോഡലാണ് എന്ന് പറയുന്നത് ഈ ആമുലെറ്റ്സ്. ഇങ്ങനെ ഇടാം, ഏത് രീതിയിൽ നമുക്കിതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ബ്രേസ്ലെറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഇൻ കേസ് ഇനി ബ്രേസ്ലെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് മാലയിൽ ലോക്കറ്റുകളായിട്ടും ഇത്തരം ബീഡ്സ് അല്ലെങ്കിൽ മുത്തുകളെ ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഒരു മോഡൽ ആമുലെറ്റ്. ഇനി അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ആമുലെറ്റിൻ്റെ നോൺ അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റ്സ് ആണ്. അപ്പം ഈ നോൺ അഡ്ജസ്റ്റബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റാൻഡേർഡ് ലെങ്തായ 20 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു നോർമൽ മനുഷ്യൻ്റെ കൈക്ക് പാകമാകുമെന്ന് ഒരു സ്റ്റാൻഡേർഡ് അളവായ 20 സെൻറ്റിമീറ്റർ ലെങ്ത്താണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം ഡിമാൻഡുള്ള ഒരു മോഡലാണ് ഈ കാണുന്ന നോൺ അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റ്സ്. ഇതിൻ്റെ ഈ കാണുന്നതാണ് സ്റ്റോപ്പർ ചെയിൻ എന്ന് പറയും. അപ്പം ഇതിൻ്റെ കൊളുത്ത് ഇതാണ്, ക്ലാസ്പ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കൊളുത്ത്. ഈ കാണുന്നതാണ് ക്ലാസ്പ്. ഈ ക്ലാസ്പ് രീതിയിലുള്ള കൊളുത്ത് നമ്മുടെ കേരളത്തിൽ അധികം ഫെമിലിയർ അല്ല. അതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്തുക എങ്ങനെയാണെന്ന്. ഈ ക്ലാസ്പ് ഒരു ഉരുണ്ടിരിക്കുന്ന ഒരു ബോൾ പോലെ ഒരു സാധനമാണ്. ഇതിൻ്റെ നടുക്ക് ഒരു വിടവുണ്ട്. അപ്പം ഇതിൽ കൈ ഓപ്പൺ ഇട്ട് കഴിഞ്ഞാൽ, വിരൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് അത് ഓപ്പണായി കിട്ടും. അങ്ങനെ ഈ സ്റ്റോപ്പർ ചെയിൻ ഉപയോഗിച്ച് നമുക്കിത് കയ്യിൽ ഇടാൻ സാധിക്കും. പിന്നെ ഈ സ്റ്റോപ്പർ ചെയിനിൻ്റെ ഒരു വശം ഇത് ഒരു സ്ക്രൂ ആണ്. ഇത് നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഊരി മാറ്റാൻ പറ്റും. ഒരു സ്ക്രൂ ആണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സ്ക്രൂ ഇത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ബീഡും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഊരി മാറ്റി ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സ്റ്റോപ്പർ ചെയിനും നമുക്ക് ഊരി മാറ്റാം. ഇപ്പോൾ ബ്രേസ്ലെറ്റിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ രീതിയിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഈ ബീഡ് മാത്രം ഇട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഓരോ ദിവസവും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ചേഞ്ചസ് വരുത്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത്തരം ബ്രേസ്ലെറ്റുകൾ. ഇത് ഒരെണ്ണം മാത്രം മതിയെങ്കിൽ അങ്ങനെ ഇടാം. അങ്ങനെ പല രീതിയിൽ മോഡിഫൈ ചെയ്ത് നമ്മളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പറയുന്ന ആമുലെറ്റ്സ്, അതായത് ആമുലെറ്റ്സിൻ്റെ DIY ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന മോഡലിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഏറെക്കുറെ ഈ അമുലെറ്റ്സ് എന്താണെന്നും അമുലെറ്റ്സിൻ്റെ സവിശേഷത എന്താണെന്നും നമുക്കത് ഏതൊക്കെ രീതിയിൽ നമുക്കത് മോഡിഫൈ ചെയ്യാൻ പറ്റുമെന്നും നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? ഇനി തീർച്ചയായിട്ടും നിങ്ങളിത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതികളിൽ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ ചാംസ് അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് ആണ് പല എണ്ണത്തിലും, അതുപോലെ സ്റ്റോപ്പർ ചെയിൻ ഉള്ളത്, സ്റ്റോപ്പർ ചെയിൻ ഇല്ലാത്തത്, അങ്ങനെ പല മോഡലിലുള്ള എനിക്ക് തോന്നുന്നു 6 മോഡൽ ബ്രേസ്ലെറ്റ്സ് ആണ് ഇപ്പം ചാംസ് അറ്റലിയർ എന്ന പേജിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാത്തിനും 0110, 0220, 0330, 0440, 0550, 0660 ഇത്രയും 6 മോഡലുകളിലാണ് നമ്മൾ ഈ ബ്രേസ്ലെറ്റ്സ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കയറി പരിശോധിക്കുക, ഇഷ്ടമുള്ള ഒരു മോഡൽ സെലക്ട് ചെയ്തിടുക. അതുപോലെ തന്നെ ഈ ചാംസിൻ്റെ എണ്ണം കുറവാണെങ്കിൽ
2 or 3 ബ്രേസ്ലെറ്റ്സ് നമുക്ക് ഒരു കയ്യിൽ തന്നെ ഇട്ടുകൊണ്ട് നടക്കാതെ നിറങ്ങൾ പലരും പറഞ്ഞ ഒരു പ്രശ്നം നീല നിറങ്ങൾ ഇടുമ്പോൾ അത് എല്ലാ ഡ്രസ്സിൻ്റെയും കൂട്ടത്തിൽ മാച്ചാകില്ല എന്നുള്ളതൊക്കെയാണ്. ഇപ്പം നിറങ്ങൾ ഒരു പ്രശ്നമല്ല, കാരണം ഇത് എല്ലാ ഡ്രസ്സിൻ്റെയും കൂട്ടത്തിൽ അങ്ങ് ഇടുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റൈൽ. ഇപ്പം ഉദാഹരണം പറയാനാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയ്ക്ക് സാരിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ കരയ്ക്ക് ഏത് നിറമാണോ ആ പർട്ടിക്കുലർ നിറമായിരുന്നു നമ്മൾ ബ്ലൗസിനായിട്ടൊക്കെ സെലക്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു ചോപ്പ് അല്ലെങ്കിൽ ഒരു മെറൂൺ കൂടിയ ചോപ്പ് സാരി ആണെങ്കിൽ അതേ കളർ തന്നെ നമ്മൾ പോയി ചൂസ് ചെയ്യും, ഈ ചോപ്പല്ല ആ ചോപ്പല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് നമ്മളുടെ ഒരു കളർ സെൻസ് മാറി. നമ്മളിപ്പം ചുവന്ന സാരി ആണെങ്കിൽ എൻ്റെ ഇപ്പം നീല ബ്ലൗസ് ഇടും, മഞ്ഞ ബ്ലൗസ് ഇടും, കറുപ്പ് ബ്ലൗസ് ഇടും, ഇനി അതല്ല പല ഡിസൈനുള്ള ബ്ലൗസുകളിടും. അത് നമ്മളുടെ ഒരു ചോയ്സാണ് അല്ലേ. നമ്മളിപ്പം കളറിൻ്റെ കാര്യത്തിൽ അത്രയും അങ്ങ് പർട്ടിക്കുലർ അല്ല. അതുപോലെ തന്നെ ആണ് ഈ പറയുന്ന വളകളുടെ കാര്യത്തിൽ. അപ്പം നീല ബീഡ്സ് ഉള്ള ബ്രേസ്ലെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീല വേണമെങ്കിൽ നീല മാറ്റി വെച്ചിട്ട് മറ്റ് ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ ഉപയോഗിക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നീലയുടെ ഏത് വെറൈറ്റിയുടെ കൂട്ടത്തിലും ഈ ഒരു നീല ബ്രേസ്ലെറ്റ് പൊയ്ക്കോളും. വൈറ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ബ്ലാക്കിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഏത് നിറങ്ങളും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ കോൺട്രാസ്റ്റ് നിറങ്ങൾക്കൊപ്പം എന്താ പറയുക, മഞ്ഞയാണെങ്കിൽ മഞ്ഞയുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ കാരണം ആഭരണം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, നമ്മളുടെ വ്യക്തിത്വമാണ്. അപ്പോൾ അതിൽ നിറം ഒരു വിഷയമാകില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു പുതിയ ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ഈ ഒരു പുതിയ ട്രെൻഡിനൊപ്പം നീങ്ങും. ഈ വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട്, ഏറെക്കുറെ ഒരാഴ്ച ആയിട്ടുള്ളൂ നമ്മുടെ പേജ് പബ്ലിഷ് ചെയ്തിട്ട്, അല്ലാതെ ചുരുങ്ങിയ നാളുകൊണ്ട് അമുലെറ്റ്സിന് ലഭിച്ച വൻ സ്വീകാര്യതയും അതുപോലെ അമുലെറ്റ്സിനെ കുറിച്ച് ആളുകൾക്ക് അറിയാനുള്ള താല്പര്യവും എല്ലാം ഞങ്ങൾക്ക് വളരെയധികം പ്രചോദനം തന്നെയാണ് മുന്നോട്ടുള്ള യാത്രയിൽ. അപ്പം നിങ്ങൾക്ക് എല്ലാത്തരം മോഡലുകളും നിങ്ങൾ കയറി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും പുതിയ ഫാഷൻ അല്ലെങ്കിൽ ഏറ്റവും പുതിയ മോഡലുകൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് അതൊരു പ്രചോദനം തന്നെയാണ്. തീർച്ചയായിട്ടും ഫാഷനെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഫാഷൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തെ എങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക പ്രതിഫലിപ്പിക്കാൻ പറ്റും ആഭരണങ്ങളിലൂടെയോ വസ്ത്രങ്ങളിലൂടെയും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാൾക്ക് അയാളുടെ ആഭരണ ശേഖരത്തിലേക്ക് തീർച്ചയായിട്ടും ഈ അമുലെറ്റ്സ് ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. പിന്നെ ഓർക്കുക, ഇതൊരു സിൽവർ പ്ലേറ്റഡ് ജ്വല്ലറിയാണ്. ഏതൊരു ഇമിറ്റേഷൻ ജ്വല്ലറിയും സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മളൊരു പരമാവധി ഡ്രൈ ആയിട്ട്, അതായത് വേർപ്പെല്ലാം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, ഉപയോഗിച്ചതിന് ശേഷം വേർപ്പെല്ലാം ഒപ്പിക്കളഞ്ഞ് വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കണം. എല്ലാ ആഭരണങ്ങളുടെയും കൂടെ വലിച്ചു വാരി എറിഞ്ഞിടരുത്. ഇത് അയക്കുന്നത് ഒരു ബോക്സിലാക്കിയായിരിക്കും, അതേ ബോക്സിൽ തന്നെ പരമാവധി ഭംഗിയെ സൂക്ഷിക്കുക. അത്രയും കാലം ഇതിൻ്റെ ചെയിൻ്റെ നിറം പോകാതെ അല്ലെങ്കിൽ ആ ഒരു സിൽവർ കോട്ടിങ് പോകാതെ നമുക്ക് വളരെ ഭംഗിയായി തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ട്രെൻഡിയായി ജീവിക്കാനും ഉള്ള ഒരു പ്രചോദനം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.